എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ സംസാരം നമ്മൾ കുറയുമ്പോഴാണ് ലൈഫിൽ നമ്മൾക്ക് സ്നേഹവും കുറഞ്ഞു പോകണമെന്ന്? എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? സംസാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ കുറഞ്ഞു വരുന്നോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ കുറവുകൾ നമുക്ക് ജീവിതത്തിന്റെ പല മേഖലകളിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് കുടുംബജീവിതം തന്നെ എടുത്തു നോക്കാം. കുടുംബജീവിതത്തിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതിന് സമയം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി കുറവുകൾ നമ്മൾക്ക് വരും അല്ലേ? നമ്മൾക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് എടുത്ത് പറയാനും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ എടുത്ത് പറയാനും നമുക്ക് സാധിക്കും. നമ്മൾക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഭക്ഷണം കുറച്ച് കഴിച്ചാലും ദാരിദ്ര്യ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്ത് സംസാരിച്ച് ഓപ്പൺ ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതം കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഹാപ്പി ആയിട്ട് കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകാനും പറ്റും. എവിടെ നമ്മൾ സംസാരം കുറയുന്നോ ആ ഭാഗത്തായിരിക്കും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒക്കെ സംസാരിക്കുന്നവരാണ്. ബട്ട് ചിലയിടങ്ങളിലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരുണ്ടല്ലേ? അവരുടെ ജീവിതത്തിലും അവരുടെ മക്കളുടെ ജീവിതത്തിലും അവരുടെ ഫാമിലി ജീവിതത്തിലും ഫുള്ള് പ്രോബ്ലംസ് തന്നെയായിരിക്കും അല്ലേ? ഒരുപക്ഷെ കല്യാണം കഴിച്ച സമയത്തൊക്കെ പലയിടങ്ങളിലും അല്ലെങ്കിൽ പല പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം സംസാരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഹാപ്പിയൊക്കെ ആയിട്ട് ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞൊരു മക്കളൊക്കെ ആയി ഒന്നോ രണ്ടോ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഈ സംസാരം അല്ലെങ്കിൽ ആ ഒരു അകൽച്ച അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ബട്ട് എന്നാ ഒരു നല്ല പെർസെൻറ്റേജ് ആളുകളും വളരെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് എടുത്തുകൊണ്ട് കുറച്ചും കൂടെ സില്ലി ആയിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ജീവിതം കുറച്ചും കൂടെ പച്ചപിടിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം. സംസാരം നമ്മൾ ഒരിക്കലും നിർത്തരുത്. ലൈഫിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ലൈക്ക് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ ആവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആവട്ടെ, വൈഫ് ആവട്ടെ, സിസ്റ്റേഴ്സ് ആവട്ടെ, ബ്രദേഴ്സ് ആവട്ടെ, ആരും ആവട്ടെ, ലോകത്തിന്റെ ഏത് മേഖലകളിലെ ലൈഫിന്റെ ഏത് മേഖലകളിലുള്ള ആളുകളും ആവട്ടെ, ഏത് സ്പീയേഴ്സിലുള്ള ആളുകളും ആവട്ടെ, എല്ലാവരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ സംസാരം എപ്പോൾ കുറവ് വരുന്നോ അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും ഉടലെടുക്കും. പ്രത്യേകിച്ച് അത് ഫാമിലി ലൈഫിന്റെ ഒരു കാര്യമാണ് അല്ലേ? റീസെന്റ് ആയിട്ട് നമ്മുടെ ഈ കൃപാസനത്തിന്റെ ഫോളോവർ ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. അവരുടെ ഫാമിലി ജീവിതത്തിൽ തുടക്കത്തിലൊക്കെ വളരെ നന്നായിട്ട് തന്നെ പോയിരുന്നു. ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പം ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് സംസാരം അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ വളരെ വളരെ പരിമിതമായ സംസാരമാണ് അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനോടനുബന്ധിച്ച് ഒത്തിരി പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി തുടങ്ങി. ഇന്ന് ഒത്തിരി കഷ്ടപ്പെടുകയാണ് ആ ഒരു സഹോദരി. ഭർത്താവിൽ നിന്നൊരു സ്നേഹം കിട്ടാനോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നൊരു പരിഗണന കിട്ടാനോ ഒന്ന് സംസാരിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് കുറെ അധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് കുറച്ച് നേരത്തേക്ക് സംസാരിക്കാതിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അകൽച്ച പാലിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് പോയി നോക്കിക്കുകയും നമുക്ക് പിന്നെ ആ ഒരു സംസാരം വീണ്ടെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് മുന്നോട്ട് വരുവാനൊന്നും ഒരുപക്ഷെ സാധിച്ചെന്ന് വരത്തില്ല. എല്ലാവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടല്ലേ, അല്ലെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു തടസ്സങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ? ബട്ട് എങ്ങനെ ഇരുന്നാലും നിങ്ങൾ രാവിലെ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട്, നമ്മൾ ഭക്ഷണം കഴിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പട്ടിണി ആയിക്കോട്ടെ, ദാരിദ്ര്യം ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ബട്ട് നമ്മൾ സംസാരിക്കാൻ മറന്നു പോകരുത്. നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഈവൻ മക്കളുടെ കൂടെ ആണെങ്കിൽ കൂടി മക്കളെ പിടിച്ചിരുത്തി മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശയുടെ ഭക്ഷണം കഴിക്കുന്ന മേശയിൽ ഒന്നിച്ചിരുത്തി എല്ലാവരും അടിച്ചു പൊളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കാര്യങ്ങൾ അവസാനിച്ച് ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ കുറെ അധികം സന്തോഷം ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കാത്തവര് ലൈഫിന്റെ പല ഭാഗങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ സംസാരം ഒരിക്കലും നിർത്തരുത്. സംസാരം എപ്പോഴും തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ കുടുംബപരമായിട്ടും അല്ലെങ്കിൽ ബന്ധുപരമായിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് പൊറുത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ സംസാരത്തിന്റെ ജീവിതത്തിൽ വലിയ വിലയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.